ആത്മാഭിമാനത്തിന്റെ 6 തൂണുകൾ. നഥാനിയൽ ബ്രാൻഡൻ. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ശക്തികളിൽ ഒന്നാണ് ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം. ഒരു വ്യക്തി തന്റെ കഴിവുകളെയും ചിന്തകളെയും ജീവിതത്തെയും എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അവന്റെ ആത്മവിശ്വാസവും തീരുമാനങ്ങളും ജീവിതത്തിന്റെ ദിശയും രൂപപ്പെടുന്നത്. സെൽഫ് എസ്റ്റീം ഉയർന്ന ഒരാൾക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യവും പ്രതീക്ഷയും ഉണ്ടാകും. എന്നാൽ പലപ്പോഴും മനുഷ്യർ അവരുടെ യഥാർത്ഥ മൂല്യത്തെ തിരിച്ചറിയാതെ സംശയത്തിലും ഭയത്തിലും ജീവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സെൽഫ് എസ്റ്റീം വളർത്തുന്നത് ഒരാളുടെ വ്യക്തിത്വ വികസനത്തിനും മാനസിക സുഖത്തിനും അത്യന്താപേക്ഷിതമാണ്. ഈ പുസ്തകം ആത്മാഭിമാനത്തെ ശക്തിപ്പെടുത്തുന്ന 6 അടിസ്ഥാന തൂണുകളെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഈ 6 തൂണുകൾ മനുഷ്യനെ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ജീവിക്കാൻ സഹായിക്കുന്ന ജീവിത ദർശനങ്ങളാണ്. ലളിതമായ ഭാഷയിലും ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകളിലൂടെയും ഈ പുസ്തകം വായനക്കാരനെ തന്റെ ഉള്ളിലെ ശക്തിയെ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു. സെൽഫ് എസ്റ്റീം ഒരു ദിവസത്തിൽ ഉണ്ടാകുന്ന ഒന്നല്ല. അത് മനസ്സിലാക്കലും അഭ്യാസവും ജീവിതാനുഭവങ്ങളും ചേർന്നൊരു വളർച്ചയാണ് എന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബോധപൂർവമായി ജീവിക്കൽ, ലിവിങ് കോൺഷ്യസ്ലി. മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണുന്നു എന്നതിനു മുൻപ് നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നു എന്നതാണ് ജീവിതത്തിന്റെ ദിശയും ഗുണനിലവാരവും നിർണയിക്കുന്നത്. സെൽഫ് എസ്റ്റീം ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു പേരല്ല, അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ആഴത്തിലുള്ള അടിത്തറയാണ്. ഒരു വ്യക്തിക്ക് തന്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും കഴിവുകളിലും ഉള്ള വിശ്വാസം തന്നെയാണ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം ശക്തമാക്കാൻ സഹായിക്കുന്ന അടിസ്ഥാനങ്ങളിൽ ഒന്നാണ് ബോധപൂർവമായ ജീവിതം. ബോധപൂർവമായി ജീവിക്കുക എന്നാൽ ജീവിതത്തെ കണ്ണടച്ച് അനുഭവിക്കുന്നതല്ല, മറിച്ച് തുറന്ന മനസ്സോടെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. പലപ്പോഴും നമ്മൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് യന്ത്രം പോലെ ജീവിച്ചുകൊണ്ടാണ്. രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യുക, ആളുകളുമായി സംസാരിക്കുക, ചില തീരുമാനങ്ങൾ എടുക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്നില്ല. ഈ രീതിയിൽ ജീവിക്കുന്നത് അവബോധമില്ലാത്ത ജീവിതമാണ്. എന്നാൽ ബോധപൂർവമായി ജീവിക്കുന്ന ഒരു വ്യക്തി ഓരോ അനുഭവത്തെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവൻ തന്റെ ചിന്തകളെ നിരീക്ഷിക്കുന്നു, തന്റെ വികാരങ്ങളെ തിരിച്ചറിയുന്നു, തന്റെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങളെ വിലയിരുത്തുന്നു. ബോധപൂർവമായി ജീവിക്കുന്നതിന്റെ ആദ്യഘട്ടം യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയാണ്. പലപ്പോഴും മനുഷ്യർ സത്യങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അവയെ മറക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാം. പക്ഷെ യാഥാർത്ഥ്യത്തെ ഒഴിവാക്കുന്നത് പ്രശ്നങ്ങളെ കുറയ്ക്കുന്നില്ല, മറിച്ച് അവയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ബോധപൂർവമായി ജീവിക്കുന്ന ഒരാൾക്ക് സത്യത്തിൽ നിന്നും ഓടിപ്പോകേണ്ടതില്ല. അവൻ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും തുറന്ന മനസ്സോടെ കാണുകയും അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും. ബോധപൂർവമായി ജീവിക്കുന്നത് നമ്മുടെ ചിന്തകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനും സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ചിന്തകളുടെ ഫലമാണ്. നാം ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും രൂപപ്പെടുന്നത്. അതിനാൽ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുകയും അവ ശരിയാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തവയായിരിക്കാം. അവയെ ചോദ്യം ചെയ്യാനും ശരിയായ ദിശയിൽ നയിക്കാനും നമുക്ക് കഴിയണം. ബോധപൂർവമായി ജീവിക്കുക എന്നത് നിരന്തരം പഠിക്കുന്ന ഒരു പ്രക്രിയയാണ്. മനുഷ്യന്റെ ജീവിതം ഒരു സ്കൂൾ പോലെയാണ്. ഓരോ ദിവസവും പുതിയ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷെ പഠിക്കാൻ തയ്യാറുള്ളവർക്കാണ് ആ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഗുണകരമാകുന്നത്. ബോധപൂർവമായി ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതം ഒരു അധ്യാപകനെ പോലെയാണ്. വിജയങ്ങളും പരാജയങ്ങളും എല്ലാം അവനെ കൂടുതൽ ബുദ്ധിയും പക്വതയും ഉള്ള ഒരു വ്യക്തിയാക്കി മാറ്റും. ഈ രീതിയിൽ ജീവിക്കുന്നത് വ്യക്തിയുടെ ബന്ധങ്ങളെയും മെച്ചപ്പെടുത്തുന്നു. പല പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മറ്റൊരാളുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക, കേൾക്കാതെ പ്രതികരിക്കുക, മുൻകൂട്ടി വിധി പറയുക, ഇതൊക്കെ ബന്ധങ്ങളെ ദുർബലമാക്കും. എന്നാൽ ബോധപൂർവമായി ജീവിക്കുന്ന ഒരാൾ മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കും. അവൻ അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് ബന്ധങ്ങൾ കൂടുതൽ സുതാര്യവും സത്യസന്ധവുമാകും. മറ്റൊരു പ്രധാന ഘടകം ശ്രദ്ധയാണ്.
ബോധപൂർവമായി ജീവിക്കാൻ ഒരാൾ ശ്രദ്ധയോടെ ജീവിക്കണം. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. സന്തോഷം വലിയ വിജയങ്ങളിലല്ല, ചെറിയ അനുഭവങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യം കാണുക, ഒരു നല്ല സംഭാഷണം ആസ്വദിക്കുക, ഒരാൾക്ക് സഹായം ചെയ്യുക, ഇതെല്ലാം ജീവിതത്തെ സമ്പന്നമാക്കുന്ന അനുഭവങ്ങളാണ്. എന്നാൽ അവ തിരിച്ചറിയാൻ നമുക്ക് ശ്രദ്ധ വേണം. ബോധപൂർവമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയം കുറവായിരിക്കും. കാരണം അവൻ യാഥാർത്ഥ്യത്തെ നേരിടാൻ തയ്യാറാണ്. പലപ്പോഴും ഭയം ഉണ്ടാകുന്നത് നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നാൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഭയവും കുറയുന്നു. അറിവും ബോധവും ഒരാളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ജീവിതത്തിന്റെ ഗുണനിലവാരം നമ്മുടെ ബോധത്തിന്റെ ഗുണനിലവാരത്തോട് ബന്ധപ്പെട്ടതാണ്. നാം എത്ര ബോധപൂർവമായി ജീവിക്കുന്നു, അത്രയും കൂടുതൽ വ്യക്തതയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകും. ബോധപൂർവമായി ജീവിക്കുന്ന ഒരാൾക്ക് തന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമായിരിക്കും. അവൻ തന്റെ ജീവിതത്തിന്റെ ദിശയെക്കുറിച്ച് കൂടുതൽ വ്യക്തതയോടെ തീരുമാനങ്ങൾ എടുക്കും. ഇത് ഒരു ദിവസത്തിൽ നേടാവുന്ന കഴിവല്ല. ഓരോ ദിവസവും കുറച്ചു കൂടുതൽ ശ്രദ്ധയോടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പതുക്കെ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാകും. ചെറിയ കാര്യങ്ങളിൽ പോലും ബോധപൂർവമായ ശ്രദ്ധ പുലർത്തുക, ഇതാണ് ഈ യാത്രയുടെ തുടക്കം. ഒരു സംഭാഷണം നടക്കുമ്പോൾ പൂർണ്ണമായി കേൾക്കുക. ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകുക. ഇതെല്ലാം ബോധപൂർവമായി ജീവിക്കുന്നതിനുള്ള ചുവടുകളാണ്. ബോധപൂർവമായി ജീവിക്കുന്നത് ഒരു ജീവിത ദർശനമാണ്. ഇത് മനുഷ്യനെ കൂടുതൽ ജാഗ്രതയുള്ളവനാക്കുകയും ഉത്തരവാദിത്തമുള്ളവനാക്കുകയും ചെയ്യും. ജീവിതത്തെ യന്ത്രം പോലെ കടന്നുപോകാൻ അനുവദിക്കാതെ ഓരോ നിമിഷത്തെയും അർത്ഥവത്താക്കാൻ സഹായിക്കുന്ന ഒരു സമീപനമാണിത്. നമ്മളെ ശരിയായി മനസ്സിലാക്കാനും വളർത്താനും ആദ്യം വേണ്ടത് അവബോധമാണ്. അവബോധം വളരുമ്പോൾ മനുഷ്യൻ തന്റെ ജീവിതത്തെ കൂടുതൽ സൃഷ്ടിപരമായി രൂപപ്പെടുത്താൻ തുടങ്ങും. സ്വയം അംഗീകരിക്കുക, സെൽഫ് ആക്സെപ്റ്റൻസ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ബന്ധം ഒരാൾക്ക് സ്വന്തം മനസ്സുമായുള്ള ബന്ധമാണ്. നാം നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മുടെ കുറവുകളെയും കഴിവുകളെയും എങ്ങനെ വിലയിരുത്തുന്നു എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരത്തെ നേരിട്ട് ബാധിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സെൽഫ് എസ്റ്റീമിന്റെ രണ്ടാമത്തെ തൂണായ സ്വയം അംഗീകരിക്കുക എന്ന കാര്യം അത്യന്താപേക്ഷിതമാകുന്നത്. സ്വയം അംഗീകരിക്കുക എന്നത് പലപ്പോഴും തെറ്റായി മനസ്സിലാക്കപ്പെടുന്ന ഒരാശയമാണ്. സ്വയം അംഗീകരിക്കുക എന്നത് സ്വന്തം തെറ്റുകളെയും ദൗർബല്യങ്ങളെയും അവഗണിച്ച് എല്ലാം ശരിയെന്ന് കരുതുന്നതല്ല. നമ്മൾ ആരാണെന്നതിനെ സത്യസന്ധമായി തിരിച്ചറിയുകയും അതിനെ മറയ്ക്കാതെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ശക്തികളും കഴിവുകളും പോലെ നമ്മുടെ കുറവുകളും പരിമിതികളും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന ഒരു മനോഭാവമാണിത്. മനുഷ്യർ പലപ്പോഴും അവരുടെ തെറ്റുകളെ മറയ്ക്കാൻ ശ്രമിക്കുന്നു. തെറ്റുകൾ അംഗീകരിക്കുന്നത് ബലഹീനതയായി തോന്നാം, പക്ഷേ സത്യത്തിൽ സ്വന്തം തെറ്റുകളെ അംഗീകരിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ ശക്തരായവർ. സ്വയം അംഗീകരിക്കൽ നമ്മെ സത്യത്തോടടുപ്പിക്കുന്നു. നമ്മൾ എന്താണ് അനുഭവിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് നമ്മെ വേദനിപ്പിക്കുന്നത്, ഇതെല്ലാം സ്വയം തുറന്നു കാണാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഒരു വ്യക്തി തന്റെ വികാരങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ അവന്റെ മനസ്സ് കൂടുതൽ സമാധാനത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരാൾക്ക് ദുഃഖം തോന്നുമ്പോൾ അയാൾ അത് മറച്ചു വെക്കാൻ ശ്രമിച്ചേക്കാം. ഞാൻ ശക്തനാണ്, എനിക്ക് ദുഃഖമില്ല എന്ന് സ്വയം കരുതിയേക്കാം. എന്നാൽ ആ വികാരം അടിച്ചമർത്തുന്നത് മനസ്സിനെ കൂടുതൽ ഭാരമുള്ളതാക്കും. സ്വയം അംഗീകരിക്കുക എന്ന സ്വഭാവമുള്ള ഒരാൾക്ക് തന്റെ വികാരങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ദുഃഖമുണ്ടെങ്കിൽ അവർ അത് ദുഃഖമായി തന്നെ തിരിച്ചറിയും. സന്തോഷമുണ്ടെങ്കിൽ അത് സന്തോഷമായി സ്വീകരിക്കും. ഇത് നമ്മെ കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളവരാക്കുന്നു. വികാരങ്ങൾ മനുഷ്യന്റെ സ്വാഭാവിക ഭാഗമാണ്. അവയെ നിരസിക്കുകയോ മറയ്ക്കുകയോ ചെയ്യുന്നത് നമ്മെ നമ്മളിൽ നിന്ന് തന്നെ അകറ്റും. സ്വയം അംഗീകരിക്കുക നമ്മുടെ ഉള്ളിലെ ഈ വികാരങ്ങളെ മനസ്സിലാക്കാനും അവയെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാനും സഹായിക്കുന്ന ഒരു വഴി കൂടിയാണ്. നാം സ്വയം അംഗീകരിക്കുമ്പോൾ നമ്മെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ ആളുകൾ പലപ്പോഴും മറ്റുള്ളവരുടെ വിജയങ്ങളെ കാണുമ്പോൾ സ്വന്തം ജീവിതത്തെ അപര്യാപ്തമായി കാണുന്നു. മറ്റുള്ളവരുടെ കഴിവുകളും നേട്ടങ്ങളും നമ്മെ ചിലപ്പോൾ താഴ്ത്തി കാണിക്കാൻ ഇടയാക്കാം. എന്നാൽ സ്വയം അംഗീകരിക്കുന്ന ഒരാൾക്ക്
തന്റെ ജീവിതത്തിന്റെ മൂല്യം മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്ത് നിർണയിക്കേണ്ടതല്ല. അവൻ തന്റെ യാത്രയെ തന്റേതായ രീതിയിൽ കാണുകയാണ് ചെയ്യുന്നത്. ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും സ്വന്തമായ കഴിവുകളും പരിമിതികളും അനുഭവങ്ങളുമുണ്ട്. ഈ വൈവിധ്യമാണ് മനുഷ്യജീവിതത്തിന്റെ സൗന്ദര്യം. സ്വയം അംഗീകരിക്കുക ഈ സത്യത്തെ അംഗീകരിക്കുകയാണ്. നമ്മൾ മറ്റാരെയെങ്കിലും പോലെ ആവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് അകന്നുപോകും. എന്നാൽ നമ്മൾ നമ്മളെ സ്വീകാര്യമാക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ സ്വാഭാവികമായി വിരിയാൻ തുടങ്ങും. സ്വയം അംഗീകരിക്കുന്ന സ്വഭാവം വളരുമ്പോൾ കുറ്റബോധവും ആത്മനിന്ദയും കുറയുന്നു. പലരും അവരുടെ പഴയ തെറ്റുകളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് ജീവിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പരാജയപ്പെട്ടത് എന്ന ചോദ്യങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ സ്വയം അംഗീകരിക്കുക എന്ന സ്വഭാവമുള്ള ഒരാൾ തന്റെ പഴയ തെറ്റുകളെ ശിക്ഷയായി കാണില്ല. അവൻ അവയെ ഒരു പഠനമായി കാണും. ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാത്രയാണ് എന്നവൻ തിരിച്ചറിയും. ഇത് വ്യക്തിയുടെ വളർച്ചയ്ക്ക് വലിയ സഹായമാണ്. കാരണം നമ്മൾ നമ്മളെ തന്നെ നിരന്തരം കുറ്റപ്പെടുത്തുമ്പോൾ മാറ്റത്തിനുള്ള ശക്തി കുറയുന്നു. എന്നാൽ നാം സ്വയം അംഗീകരിക്കുമ്പോൾ നമ്മൾ മാറ്റത്തിനായി കൂടുതൽ തുറന്ന മനസ്സോടെ മുന്നോട്ടു പോകും. ഞാനിപ്പോൾ ഇങ്ങനെയായിരിക്കാം, പക്ഷെ എനിക്ക് വളരാനും മെച്ചപ്പെടാനും കഴിയും എന്ന ആത്മവിശ്വാസം മനസ്സിൽ രൂപപ്പെടും. സ്വയം അംഗീകരിക്കൽ നമ്മുടെ ബന്ധങ്ങളെയും കൂടുതൽ ആരോഗ്യകരമാക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുമ്പോൾ മറ്റുള്ളവരെയും കൂടുതൽ അംഗീകരിക്കാൻ കഴിയും. കാരണം നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും പരിമിതികളുണ്ട് എന്ന സത്യം മനസ്സിലാകും. ഇത് സഹാനുഭൂതിയും മനസ്സിലാക്കലും വളർത്തുന്നു. ഇത് സ്വാതന്ത്ര്യത്തിന്റെ അനുഭവവും നൽകുന്നു. നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെക്കാതെ ജീവിക്കുമ്പോൾ ഒരു ഭാരം മനസ്സിൽ നിന്ന് മാറിപ്പോകുന്നു. നാടകമില്ലാത്ത ഒരു ജീവിതം ആരംഭിക്കുന്നു. നമ്മൾ എങ്ങനെയാണോ അതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. അതിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു. സ്വയം അംഗീകരിക്കുക എന്നത് ഒരു യാത്രയാണ്. അത് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്ന മാറ്റമല്ല. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ ചില ഭാഗങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടും. പക്ഷെ അത് സ്വാഭാവികമാണ്. ഓരോ ദിവസവും കൂടുതൽ സത്യസന്ധമായി നമ്മളെ കാണാൻ ശ്രമിക്കുമ്പോൾ സ്വയം അംഗീകരിക്കുന്ന സ്വഭാവം പതുക്കെ വളരും. നാം സ്വയം അംഗീകരിക്കുന്നത് സെൽഫ് എസ്റ്റീമിന്റെ അടിത്തറയിൽ നിർണായകമായ ഒരു തൂണാണ്. നമ്മൾ നമ്മളെ തന്നെ സ്വീകരിക്കാതെ സെൽഫ് എസ്റ്റീം വളർത്താൻ കഴിയില്ല. സ്വയം അംഗീകരിക്കുമ്പോൾ നാം കൂടുതൽ സമാധാനമുള്ളവരും ആത്മവിശ്വാസമുള്ളവരുമായി മാറും. നമ്മൾ നമ്മളെ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം പുതിയ അർത്ഥത്തോടെ മുന്നേറാൻ തുടങ്ങും. സ്വയം ഉത്തരവാദിത്വമുള്ളവനാകുക. സെൽഫ് റെസ്പോൺസിബിലിറ്റി. മനുഷ്യജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ നാം എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ ജീവിതത്തിന്റെ ദിശയെ സ്വാധീനിക്കുന്നു. ചിലപ്പോൾ നമുക്ക് വിജയങ്ങൾ ലഭിക്കും, ചിലപ്പോൾ പരാജയങ്ങളും അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഈ എല്ലാ അനുഭവങ്ങളുടെയും പിന്നിൽ ഒരു പ്രധാന സത്യമാണ് നിലകൊള്ളുന്നത്. നമ്മുടെ ജീവിതം നമ്മുടെ സ്വന്തം ഉത്തരവാദിത്തമാണ്. നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വം വളരെ ലളിതമായ ഒരു സത്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്റെ ജീവിതം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിൽ ഞാൻ ഒരു സജീവ പങ്കാളിയാണ് എന്ന സത്യം. പലപ്പോഴും മനുഷ്യർ അവരുടെ പ്രശ്നങ്ങൾക്കായി പുറം ലോകത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. സാഹചര്യങ്ങൾ, മറ്റുള്ളവർ, ഭാഗ്യം, സമൂഹം ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ അവയെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് നമ്മെ ഒരു നിസ്സഹായ നിലയിലേക്ക് നയിക്കും. കാരണം അങ്ങനെ ചെയ്താൽ നാം നമ്മുടെ ശക്തിയെ നഷ്ടപ്പെടുത്തുന്നു. സ്വയം ഉത്തരവാദിത്വമുള്ള ഒരാൾക്ക് തന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം പുറത്തല്ല, തന്റെ ഉള്ളിലാണ് എന്നറിയാം. അവൻ മനസ്സിലാക്കുന്നത് തന്റെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ജീവിതത്തിന്റെ ദിശയെ നിർണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണെന്നാണ്. അതിനാൽ അവൻ തന്റെ ജീവിതത്തെക്കുറിച്ച് സജീവമായി ചിന്തിക്കുകയും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യും. ഈ മനോഭാവം വ്യക്തിയെ കൂടുതൽ ശക്തനാക്കുന്നു. ഒരാൾ തന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അവൻ മാറ്റം സൃഷ്ടിക്കാൻ കഴിവുള്ളവനാകുന്നു. എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന ചിന്തയ്ക്ക് പകരം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം അവന്റെ മനസ്സിലുയരും. ഈ ചെറിയ മാറ്റം തന്നെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കും. സ്വയം ഉത്തരവാദിത്തം എന്നാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കുന്നത് കൂടിയാണ്. ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ മറ്റുള്ളവരുടെ പങ്കുണ്ടായിരിക്കാം. എന്നാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നതാണ് പ്രധാനമായ ചോദ്യം.
ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ അത് ആരുടെ തെറ്റാണ് എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ അതിൽ നിന്ന് എന്ത് പഠിക്കാം എന്നത് അന്വേഷിക്കുമ്പോൾ വളർച്ചയുടെ വാതിൽ തുറക്കും. ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ അവന് അധ്യാപകരെ കുറ്റപ്പെടുത്താം, ചോദ്യപേപ്പർ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഭാഗ്യമില്ലായിരുന്നു എന്ന് കരുതാം. എന്നാൽ സ്വയം ഉത്തരവാദിത്തമുള്ള ഒരു വിദ്യാർത്ഥി തന്റെ പഠനരീതി പരിശോധിക്കും. അവൻ ചോദിക്കും, ഞാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നെങ്കിൽ ഫലം മെച്ചപ്പെടുമായിരുന്നില്ലേ? ഈ ചിന്തയാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് കുറ്റബോധം ഏറ്റെടുക്കുന്നതല്ല. ചിലർ കരുതുന്നത് സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് സ്വയം കുറ്റപ്പെടുത്തൽ ആണെന്നാണ്. അങ്ങനെയല്ല, ആ സാഹചര്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണത്. അത് ശക്തിയുള്ള ഒരു മനോഭാവമാണ്. അത് നമ്മെ ജീവിതത്തിൽ സജീവമായി ഇടപെടാൻ പ്രാപ്തരാക്കുന്നു. ജീവിതത്തിലെ സന്തോഷത്തിനും ഈ മനോഭാവം നിർണായകമാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നു. നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഓരോ ദിവസവും കൂടുതൽ അർത്ഥവത്താകുന്നു. ഒരാൾ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സത്യസന്ധമായി ചിന്തിക്കുമ്പോൾ അവൻ തന്റെ ശക്തികളും ദൗർബല്യങ്ങളും കൂടുതൽ വ്യക്തമായി തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവാണ് ഒരു വ്യക്തിയെ മെച്ചപ്പെടുത്താനുള്ള പ്രചോദനമായി മാറുന്നത്. ഇത് ബന്ധങ്ങളിലും പ്രതിഫലിക്കുന്നു. ഒരാൾ തന്റെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ വിശ്വാസപൂർണമാകും. ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അത് തുറന്നു സമ്മതിക്കാൻ കഴിയുന്നവരാണ് വിശ്വാസം നേടിയെടുക്കുന്നത്. ഉത്തരവാദിത്തം ഒഴിവാക്കുന്നവർക്ക് വിശ്വാസം നിലനിർത്താൻ ബുദ്ധിമുട്ടാകും. സ്വയം ഉത്തരവാദിത്തം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ വ്യക്തമാക്കാനും സഹായിക്കുന്നു. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് നേടാൻ ശ്രമിക്കുന്നത്, അത് നേടാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ ഈ മനോഭാവം സഹായിക്കുന്നു. ജീവിതം സ്വയം സംഭവിക്കുന്ന ഒന്നല്ല, അത് നാം രൂപപ്പെടുത്തേണ്ട ഒന്നാണ് എന്ന ബോധം നമ്മെ കൂടുതൽ ജാഗ്രതയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ മനോഭാവം വളർത്തുന്നത് എളുപ്പമല്ല. ചിലപ്പോൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള പ്രവണതയുണ്ടാകും. പരാജയങ്ങളെ സമ്മതിക്കുന്നത് ബുദ്ധിമുട്ടാകും. പക്ഷേ വളർച്ചയുടെ പാതയിൽ മുന്നോട്ടു പോകാൻ ഇത് അനിവാര്യമാണ്. ഓരോ ചെറിയ തീരുമാനത്തിലും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് പതുക്കെ നമ്മുടെ ജീവിത ശൈലിയായി മാറും. ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അവൻ തന്റെ ഭാവിയുടെ നിർമ്മാതാവാകുന്നു. അവൻ സാഹചര്യങ്ങളുടെ ഇരയല്ല, മറിച്ച് തന്റെ ജീവിതത്തിന്റെ സ്രഷ്ടാവാണ്. ഈ മനോഭാവം വളരുമ്പോൾ മനുഷ്യൻ തന്റെ കഴിവുകളുടെ യഥാർത്ഥ ശക്തിയെ തിരിച്ചറിയാൻ തുടങ്ങും. അതോടൊപ്പം ജീവിതം കൂടുതൽ അർത്ഥവത്തും സൃഷ്ടിപരവുമായ ഒരു യാത്രയായി മാറും. നമ്മുടെ ഉള്ളിലെ ഉറപ്പ്, സെൽഫ് അസർട്ടീവ്നെസ്. മനുഷ്യജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ നമ്മുടെ ചിന്തകളും വികാരങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കേണ്ടി വരും. എന്നാൽ പലപ്പോഴും പലർക്കും അത് ചെയ്യാൻ ഭയം തോന്നാറുണ്ട്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അവർ നമ്മെ ഇഷ്ടപ്പെടാതിരിക്കുമോ, തർക്കമുണ്ടാകുമോ എന്നിങ്ങനെയുള്ള ഭയങ്ങൾ കാരണം പലരും സ്വന്തം അഭിപ്രായങ്ങൾ അടക്കി വെക്കുന്നു. ഈ ഭയം വ്യക്തിയുടെ ആത്മവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ദുർബലമാക്കുന്നു. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചിന്തകളും വികാരങ്ങളും മൂല്യങ്ങളും ആത്മവിശ്വാസത്തോടെ പ്രകടിപ്പിക്കാൻ തയ്യാറാകുന്നു. ഇത് മറ്റുള്ളവരെ ആക്രമിക്കുന്നതോ അവരെ അവഗണിക്കുന്നതോ അല്ല, മറിച്ച് സ്വന്തം നിലപാടുകൾ മാന്യമായും വ്യക്തമായും പ്രകടിപ്പിക്കുന്നതാണ്. സ്വയം ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് തന്റെ ശബ്ദത്തിന്റെ വിലയറിയാം. അവൻ തന്റെ അഭിപ്രായങ്ങൾ മറച്ചുവെക്കേണ്ടതില്ലെന്ന് തിരിച്ചറിയുന്നു. പലർക്കും ഇത്തരത്തിലുള്ള ഉറപ്പ് പ്രകടിപ്പിക്കലും ആക്രമണകരമായ പെരുമാറ്റവും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടാകാം. ചിലർ കരുതുന്നത് ശക്തമായി സംസാരിക്കുന്നത് മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സ്വയം ഉറപ്പിച്ചു പറയൽ അങ്ങനെയല്ല. ഒരാൾക്ക് തന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടെന്ന് അംഗീകരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അവകാശമുണ്ടെന്ന് മനസ്സിലാക്കുന്ന മനോഭാവമാണ് ഇത്. സ്വയം ഉറപ്പിച്ചു പറയാൻ കഴിയാത്തപ്പോൾ മനുഷ്യൻ പലപ്പോഴും തന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് അകന്നു പോകുന്നു. കാരണം അവന് തന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിയുന്നില്ല. പലപ്പോഴും അവൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് ദീർഘകാലത്തിൽ അതൃപ്തിക്കും നിരാശയ്ക്കും കാരണമാകാം.
സ്വയം ഉറപ്പിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വ്യക്തമായ അതിരുകളുണ്ടാകും. എന്താണ് സ്വീകരിക്കേണ്ടത്, എന്താണ് നിരസിക്കേണ്ടത് എന്ന് വ്യക്തമാകും. ഒരാൾക്ക് തന്റെ സമയത്തെ വിലമതിക്കാൻ കഴിയുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ സാധിക്കും. ഇത് മറ്റുള്ളവരെ നിരസിക്കുന്നതല്ല, മറിച്ച് സ്വന്തം ജീവിതത്തെ ബഹുമാനിക്കുന്ന ഒരു സമീപനമാണ്. ഈ മനോഭാവം വളരുമ്പോൾ ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. കാരണം ഒരാൾ തന്റെ ചിന്തകളെ തുറന്നു പറയാൻ തുടങ്ങുമ്പോൾ അവൻ തന്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുന്നു. അവൻ തന്റെ ശബ്ദത്തെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു. ഈ ആത്മവിശ്വാസം ജീവിതത്തിലെ പല മേഖലകളിലും പ്രതിഫലിക്കും. ജോലി, ബന്ധങ്ങൾ, വ്യക്തിപരമായ വളർച്ച എന്നിവയിലെല്ലാം. ഇങ്ങനെ സ്വയം ഉറപ്പിച്ചു പറയുന്നത് ബന്ധങ്ങളെ കൂടുതൽ സത്യസന്ധമാക്കുകയും ചെയ്യും. പല ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആശയവിനിമയത്തിന്റെ കുറവ് കൊണ്ടാണ്. ഒരാൾ തന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാതെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. ഇത് തെറ്റിദ്ധാരണകൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകാം. എന്നാൽ തുറന്നും മാന്യമായും സംസാരിക്കാൻ കഴിയുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും. ഇത് വ്യക്തിയുടെ ആത്മഗൗരവത്തെയും ശക്തിപ്പെടുത്തുന്നു. ഒരാൾ തന്റെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുമ്പോൾ അവൻ തന്റെ തന്നെ മൂല്യത്തെ അംഗീകരിക്കുന്നു. അവൻ തന്റെ ജീവിതത്തിൽ ഒരു സജീവ പങ്കാളിയാകുന്നു. തന്റെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അവന്റെ സെൽഫ് എസ്റ്റീം കൂടുതൽ ഉയരും. ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്ന സ്വഭാവം പരിശീലനത്തിലൂടെയാണ് വളരുന്നത്. പലർക്കും ആദ്യം ഇത് ബുദ്ധിമുട്ടായിരിക്കും. വർഷങ്ങളായി അടിച്ചമർത്തിയ വികാരങ്ങളും ഭയങ്ങളും ഒരു ദിവസം കൊണ്ട് മാറുകയില്ല. പക്ഷേ ചെറിയ ചുവടുകൾ കൊണ്ട് ഇത് ആരംഭിക്കാം. ഒരു സംഭാഷണത്തിൽ സ്വന്തം അഭിപ്രായം തുറന്നു പറയുക. ഒരു അന്യായമായ ആവശ്യത്തിനായി വിനീതമായി ഇല്ല എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെക്കുറിച്ച് സത്യസന്ധമായി സംസാരിക്കുക. ഇതെല്ലാം സ്വയം ഉറപ്പിച്ചു പറയുന്നതിന്റെ തുടക്കങ്ങളാണ്. ലക്ഷ്യബോധത്തോടെ ജീവിക്കുക. ലിവിങ് പർപ്പസ്ഫുള്ളി. ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിന് ഒരു ദിശയും അർത്ഥവും നൽകാനുള്ള കഴിവുള്ളവരാണ്. പക്ഷേ ആ ദിശ വ്യക്തമായി കാണാതെ ജീവിക്കുമ്പോൾ ജീവിതം പലപ്പോഴും ആശയക്കുഴപ്പത്തിലേക്ക് നീങ്ങാം. ഈ സാഹചര്യത്തിലാണ് സെൽഫ് എസ്റ്റീമിന്റെ 5ാമത്തെ തൂണായ ലക്ഷ്യബോധത്തോടെ ജീവിക്കുക എന്ന ആശയം പ്രധാനമാകുന്നത്. ലക്ഷ്യബോധത്തോടെ ജീവിക്കുക എന്നാൽ ഒരാൾ തന്റെ ജീവിതത്തിൽ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായി തിരിച്ചറിയുകയും അതിലേക്കായി ഉദ്ദേശപൂർവം പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ലക്ഷ്യമില്ലാത്ത ജീവിതം ദിശയില്ലാത്ത ഒരു യാത്ര പോലെയാണ്. മനുഷ്യൻ എന്തിനാണ് പരിശ്രമിക്കുന്നത്, എവിടേക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തപ്പോൾ അവന്റെ ഊർജം ചിതറിപ്പോകും. ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ മനുഷ്യന്റെ ശ്രമങ്ങൾക്ക് അർത്ഥം ലഭിക്കുന്നു. ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടാകും. ഒരു വിദ്യാർത്ഥി തന്റെ പഠനത്തെ ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുമ്പോൾ പഠനം വെറും കടമയായി തോന്നുകയില്ല. അത് അവന്റെ ഭാവിയിലേക്ക് നയിക്കുന്ന യാത്രയായി മാറും. ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക് തന്റെ സമയവും ഊർജവും എങ്ങനെ ഉപയോഗിക്കണം എന്ന് വ്യക്തമായിരിക്കും. ജീവിതത്തിൽ നിരവധി അവസരങ്ങളും ശ്രദ്ധ തിരിക്കുന്ന ഘടകങ്ങളും ഉണ്ടാകും. എന്നാൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉള്ളപ്പോൾ മനുഷ്യൻ എന്താണ് പ്രധാനമെന്ന് തിരിച്ചറിയാൻ എളുപ്പമാകും. അതിനാൽ അവന് തന്റെ ശ്രദ്ധ പ്രധാന കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയും. ഇത് ആത്മവിശ്വാസത്തെയും ശക്തിപ്പെടുത്തുന്നു. ഒരാൾ തന്റെ ലക്ഷ്യങ്ങളിലേക്ക് പതുക്കെ മുന്നേറുമ്പോൾ അവൻ തന്റെ കഴിവുകളിൽ കൂടുതൽ വിശ്വാസം നേടുന്നു. ഓരോ ചെറിയ വിജയവും അവനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നു. ഈ പ്രചോദനമാണ് ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ലക്ഷ്യബോധത്തോടെ ജീവിക്കുക എന്നത് വെറും സ്വപ്നങ്ങൾ കാണുന്നതല്ല. സ്വപ്നങ്ങൾ മനുഷ്യനെ പ്രചോദിപ്പിക്കും, പക്ഷേ അവയെ യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തനം ആവശ്യമാണ്. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ അവയ്ക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങളും പദ്ധതികളും ഉണ്ടാകണം. മനുഷ്യൻ തന്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയെ വ്യക്തമായി കാണുമ്പോൾ അവൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകും. ഇതിൽ ഒരു പ്രധാന ഘടകം ഉത്തരവാദിത്തമാണ്. ഒരു ലക്ഷ്യം നിശ്ചയിക്കുന്നത് മാത്രമല്ല, അതിനെ നേടാനുള്ള പരിശ്രമവും തുടർച്ചയും ആവശ്യമാണ്. ചിലപ്പോൾ വഴിയിൽ തടസ്സങ്ങളും പരാജയങ്ങളും ഉണ്ടായേക്കാം. എന്നാൽ ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്ന ഒരാൾ അവയെ പഠനമായി കാണുകയും വീണ്ടും മുന്നോട്ടു പോകുകയും ചെയ്യും. ലക്ഷ്യങ്ങൾ വ്യക്തിയുടെ കഴിവുകളെയും ശക്തികളെയും വികസിപ്പിക്കാൻ സഹായിക്കുന്നു.
ഒരു ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ പുതിയ കാര്യങ്ങൾ പഠിക്കും, പുതിയ കഴിവുകൾ വികസിപ്പിക്കും. ഈ പ്രക്രിയയിൽ അവൻ തൻ്റെ ഉള്ളിലെ കഴിവുകളെ കൂടുതൽ വ്യക്തമായി തിരിച്ചറിയാൻ തുടങ്ങും. അതിനാൽ ലക്ഷ്യബോധമുള്ള ജീവിതം വ്യക്തിയുടെ വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഇത് ജീവിതത്തിന് ദിശ മാത്രമല്ല, അർത്ഥവും നൽകുന്നു. പരിശ്രമങ്ങൾ ഒരു വലിയ ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ജീവിതം കൂടുതൽ അർത്ഥവത്തായി തോന്നും. ഇത് സന്തോഷവും സംതൃപ്തിയും വർദ്ധിപ്പിക്കുന്നു. ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക് തന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം കൂടുതൽ വ്യക്തമായി അനുഭവപ്പെടും. അവൻ സാഹചര്യങ്ങളുടെ ഒഴുക്കിൽപ്പെട്ടു പോകുന്നവനല്ല, മറിച്ച് തന്റെ ജീവിതത്തിന്റെ ദിശയെ ബോധപൂർവം നിർണയിക്കുന്നവനാണ്. ഈ തിരിച്ചറിവാണ് ആത്മാഭിമാനത്തെ ശക്തിപ്പെടുത്തുന്നത്. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത് ഒരിക്കൽ മാത്രം ചെയ്യുന്ന കാര്യമല്ല. ജീവിതം മാറുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളും മാറാം. അനുഭവങ്ങൾ നമ്മെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും, പുതിയ ആഗ്രഹങ്ങൾ രൂപപ്പെടും. അതിനാൽ സമയാനുസൃതമായി നമ്മുടെ ലക്ഷ്യങ്ങളെ പരിശോധിക്കുകയും അവയെ പുതുക്കുകയും ചെയ്യുന്നത് ആവശ്യമാണ്. ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നത് മനുഷ്യനെ കൂടുതൽ സജീവമാക്കുന്നു, ഉത്സാഹഭരിതനാക്കുന്നു. അവൻ തന്റെ ജീവിതത്തെ അർത്ഥവത്തായ ദിശയിൽ നയിക്കാൻ തുടങ്ങുന്നു. ഓരോ ദിവസവും അവൻ തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ചെറിയ ചുവടായി കാണുന്നു. ഇത്തരത്തിലുള്ള ജീവിതം സെൽഫ് എസ്റ്റീമിന്റെ ശക്തമായ അടിത്തറ പണിയുന്നു. ഒരാൾ തന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ അവൻ തന്റെ ഉള്ളിലെ കഴിവുകളെ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങും. അതിനാൽ ലക്ഷ്യബോധത്തോടെ ജീവിക്കുക എന്നത് വെറും നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമല്ല, അത് മനുഷ്യനെ കൂടുതൽ പൂർണ്ണമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ജീവിത ദർശനം കൂടിയാണ്. വ്യക്തിപരമായ സത്യസന്ധത, പേഴ്സണൽ ഇന്റഗ്രിറ്റി. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കപ്പെടേണ്ട ഗുണങ്ങളിൽ ഒന്നാണ് സത്യസന്ധത. ഒരാൾ വാക്കുകളും പ്രവർത്തനങ്ങളും മൂല്യങ്ങളുമായി ഒത്തുപോകുന്ന രീതിയിൽ ജീവിക്കുമ്പോൾ അവൻ ശക്തമായ ആന്തരിക സമാധാനം അനുഭവിക്കുന്നു. ഇതാണ് സെൽഫ് എസ്റ്റീമിന്റെ 6ാമത്തെ തൂണായ വ്യക്തിപരമായ സത്യസന്ധത എന്ന ആശയത്തിന്റെ അടിസ്ഥാനം. വ്യക്തിപരമായ സത്യസന്ധത എന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്കും നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും തമ്മിൽ ഏകോപനം നിലനിർത്തുക എന്നതാണ്. ഒരാൾ സത്യസന്ധതയെ വിലമതിക്കുന്നവനാണെങ്കിൽ അവൻ തന്റെ ജീവിതത്തിൽ സത്യസന്ധമായി പെരുമാറാൻ ശ്രമിക്കും. ഒരാൾ നീതിയെ ബഹുമാനിക്കുന്നവനാണെങ്കിൽ അവൻ തന്റെ തീരുമാനങ്ങളിൽ നീതി പാലിക്കാൻ ശ്രമിക്കും. ഈ രീതിയിൽ മനുഷ്യന്റെ ഉള്ളിലുള്ള വിശ്വാസങ്ങളും പുറത്തുള്ള പ്രവർത്തനങ്ങളും തമ്മിൽ പൊരുത്തമുണ്ടാകുമ്പോൾ അത് സത്യസന്ധതയായി മാറുന്നു. പലപ്പോഴും ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമ്മെ നമ്മുടെ മൂല്യങ്ങളിൽ നിന്ന് മാറാൻ പ്രേരിപ്പിക്കും. എളുപ്പത്തിൽ നേട്ടമുണ്ടാക്കാൻ ചിലപ്പോൾ സത്യത്തെ മറയ്ക്കാനുള്ള അവസരങ്ങൾ വരും. ചിലപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ യഥാർത്ഥ അഭിപ്രായങ്ങളെ മറക്കേണ്ടി വരും. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകാലം നേട്ടം നൽകുമെങ്കിലും ദീർഘകാലത്തിൽ അത് മനസ്സിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. കാരണം മനുഷ്യന്റെ മനസ്സ് തന്റെ സത്യത്തെ അറിയുന്നു. നമ്മൾ വിശ്വസിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സംഘർഷമുണ്ടാകും. ഈ സംഘർഷമാണ് ആത്മാഭിമാനത്തെ ദുർബലമാക്കുന്നത്. എന്നാൽ നമ്മുടെ മൂല്യങ്ങളോട് സത്യസന്ധമായി ജീവിക്കുമ്പോൾ ആന്തരിക ശക്തിയും ആത്മവിശ്വാസവും വളരുന്നു. വ്യക്തിപരമായ സത്യസന്ധത മനുഷ്യന്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാന ഗുണമാണ്. ഒരു വ്യക്തി തന്റെ വാക്കുകൾക്ക് വില നൽകുമ്പോൾ അവന്റെ വാക്കുകൾക്ക് വിശ്വാസ്യത ഉണ്ടാകും. അവൻ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രമിക്കും. ഇത്തരത്തിലുള്ള വ്യക്തികളെ ആളുകൾ സ്വാഭാവികമായും ബഹുമാനിക്കും. കാരണം അവരുടെ പ്രവർത്തനങ്ങളിൽ സ്ഥിരതയും വിശ്വാസ്യതയും ഉണ്ടാകും. സത്യസന്ധത ഉള്ള ഒരാൾക്ക് തന്റെ ജീവിതത്തിൽ വ്യക്തതയുണ്ടാകും. അവൻ തന്റെ മൂല്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കുന്നു. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നതിനെക്കുറിച്ച് അവന് വളരെ കൃത്യമായ ധാരണയുണ്ട്. ഈ ധാരണയാണ് അവന്റെ തീരുമാനങ്ങളെ നയിക്കുന്നത്. അതിനാൽ അവൻ എളുപ്പത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പെട്ടുപോവുകയില്ല. ഇത് ബന്ധങ്ങളെയും ശക്തിപ്പെടുത്തുന്നു. മനുഷ്യർ തമ്മിലുള്ള വിശ്വാസം സത്യസന്ധതയുടെ മേൽ നിർമ്മിക്കപ്പെടുന്നതാണ്. ഒരാൾ തന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് സത്യസന്ധമായി പെരുമാറുമ്പോൾ മറ്റുള്ളവർക്ക് അവനെ വിശ്വസിക്കാൻ എളുപ്പമാകും. ഈ വിശ്വാസമാണ് ദീർഘകാല ബന്ധങ്ങളുടെ അടിത്തറ. വ്യക്തിപരമായ സത്യസന്ധത വ്യക്തിയുടെ ആത്മഗൗരവത്തെയും വളർത്തുന്നു. കാരണം ഒരാൾ തന്റെ മൂല്യങ്ങളെ ബഹുമാനിക്കുമ്പോൾ അവൻ തന്റെ തന്നെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നു.
അവൻ തന്റെ ജീവിതത്തെ ഒരു നാടകമായി കാണുന്നില്ല, മറിച്ച് അത് സത്യസന്ധമായ ഒരു പ്രകടനമായി കാണുന്നു. ഈ സമീപനമാണ് അവനെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത്. എന്നാൽ സത്യസന്ധത പാലിക്കുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല. ചിലപ്പോൾ സത്യസന്ധമായി പ്രവർത്തിക്കുന്നത് കൂടുതൽ പ്രയാസകരമായ വഴിയാകാം. എന്നാൽ ദീർഘകാലത്തിൽ അത് കൂടുതൽ സമാധാനവും ആത്മഗൗരവവും നൽകുന്നു. മനുഷ്യന്റെ യഥാർത്ഥ ശക്തി അവന്റെ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള ധൈര്യമാണ്. വ്യക്തിപരമായ സത്യസന്ധത വളരുമ്പോൾ മനുഷ്യന് തന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അർത്ഥവത്തായ ബോധമുണ്ടാകും. അവൻ തന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ ചിന്തിക്കാൻ തുടങ്ങും. തന്റെ ജീവിതം തന്റെ മൂല്യങ്ങളുടെ പ്രതിഫലനമാണെന്ന് അവൻ തിരിച്ചറിയും. വ്യക്തിപരമായ സത്യസന്ധത സെൽഫ് എസ്റ്റീമിന്റെ ഏറ്റവും ശക്തമായ തൂണുകളിൽ ഒന്നാണ്. ഒരു വ്യക്തി തന്റെ ഉള്ളിലെ സത്യത്തോട് വിശ്വസ്തനാകുമ്പോൾ അവന്റെ ആത്മവിശ്വാസവും മഹത്വവും വളരും. അവൻ തന്റെ ജീവിതത്തെ കൂടുതൽ സത്യസന്ധമായും അർത്ഥവത്തായും നയിക്കാൻ തുടങ്ങും. ഈ മനോഭാവം വളരുമ്പോൾ മനുഷ്യൻ തന്റെ ജീവിതത്തെ വെറും വിജയങ്ങളുടെ പട്ടികയായി കാണുകയില്ല, മറിച്ച് അത് തന്റെ മൂല്യങ്ങളോടും വിശ്വാസങ്ങളോടും ഒത്തുപോകുന്ന സത്യസന്ധമായ യാത്രയായി കാണും. അത്തരത്തിലുള്ള ജീവിതമാണ് യഥാർത്ഥ സെൽഫ് എസ്റ്റീമിന്റെ പ്രതിഫലനം. ഈ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യസന്ധതയാണ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധരാകണം. ഈ സത്യസന്ധതയാണ് മറ്റുള്ളവരോടുള്ള ആശയവിനിമയത്തിലും പ്രതിഫലിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് കൂടുതൽ വിശ്വാസ്യതയുണ്ടാകും. ബോധപൂർവമായി ജീവിക്കുക, സ്വയം അംഗീകരിക്കുക, സ്വയം ഉത്തരവാദിത്തം ഉണ്ടാകുക, ഉള്ളിൽ സ്വയം ഉറപ്പുണ്ടാകുക, ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക, വ്യക്തിപരമായ സത്യസന്ധതയുണ്ടാകുക. ഈ 6 തൂണുകളിൽ ഓരോന്നും നമ്മുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ, ജീവിതം കൂടുതൽ അർത്ഥവത്താക്കാൻ സഹായിക്കുന്നു. ഈ പാഠങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കുമ്പോൾ നാം നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം സൃഷ്ടിക്കാനുള്ള പ്രാപ്തി നേടുകയും ചെയ്യും. സെൽഫ് എസ്റ്റീം ഒരു ലക്ഷ്യമല്ല, ജീവിത പദ്ധതിയാണ്. അതിന്റെ വളർച്ച ഓരോ ദിനവും ഒരു ചെറിയ ചുവടായി തുടരും എന്ന് മനസ്സിലാക്കുക. അത് നമ്മളെ യഥാർത്ഥ വിജയത്തിലേക്ക് നയിക്കും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.